ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇതിനു മുന്നേ പാർട്ടിപരമായി പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ മറച്ചു വെച്ചതാണ്. മകന്റെ പഠനത്തിന് തടസ്സമുണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് എല്ലാം മറച്ചു വെച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഊർജിതമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടായിരുന്നേനെ പറയുന്നുണ്ട്. മകന്റെ ബ്ലഡ് കൊണ്ട് അവിടെ ചുവരിൽ സിന്ദാബാദ് അങ്ങനെ എന്തോ ഒരു വേർഡ്സ് എഴുതിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ഹോസ്റ്റൽ മുറി സമാന്തര കോടതിയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ടി ഓഫീസ് പോലെ തോന്നും അവരുടെ ഹോസ്റ്റൽ മുറികൾ കണ്ടാൽ. ചുവരെഴുത്തുകൾ അങ്ങനെയാണ്, പാർട്ടി ഓഫീസ് പോലെയാണ്. അവിടെ SFI പാർട്ടി മാത്രമേ വാഴാൻ അവർ അനുവദിക്കൂ, അല്ലാതെ വേറൊരു പാർട്ടിയും അവിടെ വാഴാൻ അവർ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് സിദ്ധാർത്ഥൻ വേറെ പാർട്ടി ഉണ്ടാക്കണം എന്ന രീതിയിലൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇനി അതിൻ്റെ വൈരാഗ്യങ്ങളാണോ എന്നറിയാൻ പറ്റുന്നില്ല. കോളേജിൽ റാഗിങ് നടന്നാൽ അത് അതിര് കടന്നു കഴിഞ്ഞാൽ കണ്ട വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ അറിയിക്കണം. അങ്ങനെ ഒരു നിയമം UGC പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തേ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അറിയിച്ചില്ല? അപ്പം പറയുന്ന ന്യായീകരണം, വിദ്യാർത്ഥികൾ ഭയപ്പെട്ടിട്ടാണ് ഈ വിവരം അധ്യാപകരെ അറിയിപ്പിക്കാഞ്ഞത്, അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ അറിയിപ്പിക്കാഞ്ഞത്. അതാണ് അവർ പറയുന്ന ന്യായം. ഇത് കുറച്ച് നാളായി നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിൽ പലതും മറച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ നിഗൂഢതകൾ ഇനിയും കാര്യമായി അന്വേഷിച്ചാൽ പുറത്തു വരുന്നതാണ്. അതുമാത്രമല്ല, അധ്യാപകർക്ക് ഇതിനെപ്പറ്റി ചെറിയ ധാരണകൾ ഉണ്ടായിരുന്നു. അവർ പലതും മറയ്ക്കുന്നുണ്ട്. ഇപ്പോഴും എന്തുകൊണ്ട് അധ്യാപകർ സൈലൻ്റായി ഇരിക്കുന്നു? അവരുടെ മൗനം സമ്മതമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്? ഈ പാർട്ടിക്കാരോട് എന്തോ അധ്യാപകർക്ക് ഒരു ചായ്വുണ്ടോ, അല്ലെങ്കിൽ ഭയമുണ്ടോ? 8ഓളം വിദ്യാർത്ഥികളാണ് കേസിൽപ്പെട്ടിരിക്കുന്നത്. അതിൽ 10ഓളം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പരീക്ഷ എഴുതാൻ വിലക്ക് വന്നിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ ഭാവി ഏതവസ്ഥയാണ്? ഇനി കുടുംബക്കാരോ വീട്ടുകാരോ എല്ലാവരിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, എല്ലാവരും വെറുക്കപ്പെട്ട ഒരവസ്ഥ, അതൊക്കെ ഇനി പോകെ ഈ വിദ്യാർത്ഥികൾ മനസ്സിലാക്കത്തുള്ളൂ. കലാലയ രാഷ്ട്രീയത്തിന് ഒരു വിലക്ക് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. കേരള ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി പോയിട്ടുണ്ട്, കലാലയ രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറഞ്ഞു. അവിടുത്തെ ഹോസ്റ്റൽ സമാന്തര കോടതി എന്ന് പറയാൻ കാരണം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചർച്ച ചെയ്യുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതും എല്ലാം ഹോസ്റ്റൽ മുറിയിൽ തന്നെയാണ്. ആ ഹോസ്റ്റൽ മുറി വിട്ട് ഒരു പ്രശ്നങ്ങളും വെളിയിലേക്ക് പോകാൻ പാടില്ല. പോയാൽ കൊന്നുകളയും എന്നാണ് ഭീഷണി. ഇതുപോലെ എത്ര ഹോസ്റ്റലുകൾ ഇനി വേറെ കാണും. ഇങ്ങനൊരു മരണം നടന്നതുകൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ വെളിയിൽ വന്നത്. രക്ഷകർത്താക്കൾ പറയുന്നു, വേറെയും പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന പല സ്ഥലത്തും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന്. റാഗിങ് ഒക്കെ ആകാം, പക്ഷേ ഇത് ഒരു കടന്ന റാഗിങ് ആയിപ്പോയി. സിൻജോ ജോൺസൺ, കൊല്ലം സ്വദേശി സിൻജോ ആണ് ഏറ്റവും കൂടുതൽ സിദ്ധാർത്ഥനെ പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അവിടുത്തെ വാട്ടർ ടാങ്കിന്റെ അടുത്തു നിന്നും ഗ്ലൂ ഗണ്ണും അതിന്റെ വയറും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, കുന്നിൻ മുകളിൽ നിന്നും സിദ്ധാർത്ഥിന്റെ ബ്ലഡിന്റെ സാമ്പിൾ ലഭിച്ചിട്ടുണ്ട്. 3 ദിവസം ആഹാരം പോലും കൊടുക്കാതെ, വെള്ളം പോലും കൊടുക്കാതെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ദേഹമാസകലം ബെൽറ്റ് ഇട്ടടിക്കുന്നു. ആ ബെൽറ്റ് അതിനുശേഷം പൊട്ടുന്നു. അപ്പൊ എന്തുമാത്രം ശക്തമായ ആ ബെൽറ്റ് ഉപയോഗിച്ച് തല്ലിക്കാണും. അത് കഴിഞ്ഞ് കമ്പിയിട്ടടിക്കുന്നു, തലയുടെ ബാക്കിൽ കമ്പിയിട്ടടിക്കുന്നു. എത്ര മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നത്. ഈ കുട്ടിയാണ്, ഇത്രയും പീഡനം അനുഭവിച്ച് ക്ഷീണിതനായ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അതിനകത്തൊരു സ്വാഭാവികതയുണ്ടോ? ഏതോ ഒരു സഹപാഠിയായ പെൺകുട്ടിയാന്ന് തോന്നുന്നു വിളിച്ച് അവരുടെ മാമനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് സ്വാഭാവിക മരണമല്ല എന്നും പറഞ്ഞിരിക്കുന്നു.
എങ്ങനെയായാലും പോലീസ് അന്വേഷിക്കട്ടെ, സത്യങ്ങൾ കണ്ടെത്തട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യ അഭ്യസിക്കാനുള്ളതാണ് വിദ്യാലയം, അല്ലാതെ രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. വിദ്യയുടെ നറുമലരുകളാണ് വിദ്യാലയത്തിൽ പൂവിടേണ്ടത്. നല്ലൊരു നാളേക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.